Hi friends, welcome to Homely Cook. ഞാൻ നസിയ നവാസ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു നാടൻ റെസിപ്പിയാണ്. മുരിങ്ങക്ക തോരനാണ് ഞാൻ ചെയ്യുന്നത്. ഇത് മിക്കവർക്കും തന്നെ അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും. എന്നാലും ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ മുരിങ്ങക്കായുടെ ഉള്ളിൽ നിന്ന് അതിൻ്റെ കായൊക്കെ ഒന്ന് എടുക്കണം. ഇവിടെ ഞാൻ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. ഈ ഒരു വലിപ്പത്തിലുള്ള മുരിങ്ങക്കായാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് 2 പീസായിട്ട് കട്ട് ചെയ്യണം. ഇതിനെ ഒന്നുകൂടെ ഒരു 4 പീസായിട്ട് കട്ട് ചെയ്യാം. കണ്ടില്ലേ? ഇനി ഇതിൽ നിന്ന് ഈസി ആയിട്ട് ഇതുപോലെ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കാണിച്ച വലിപ്പത്തിലുള്ള ഒരു 4 മുരിങ്ങക്കായാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം മുരിങ്ങക്കായുടെ കായെല്ലാം ഞാൻ ഇതിനകത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. എനിക്ക് 4 മുരിങ്ങക്കായിൽ നിന്ന് ഇത്രയും കായാണ് എനിക്ക് കിട്ടിയത്. ഇനി ഇതിലേക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള ചെറിയൊരു സവാള, നമ്മൾ ചിലപ്പോൾ 4 മുരിങ്ങക്ക എടുക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഇത്രയും തന്നെ കിട്ടണമെന്നില്ല, ചിലപ്പോൾ ഇതിലും കുറച്ചായിരിക്കും. അപ്പോൾ നമ്മൾ അതിലേക്ക് ചേർക്കുന്ന സവാളയുടെ അളവ് വ്യത്യാസം വരുത്തണം. പിന്നെ ഒരു 3 പച്ചമുളക്, 2 3 പച്ചമുളക്, അതും എരിവിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്ത് നമുക്കെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 3 പച്ചമുളക്, എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഇനി കുറച്ച് കറിവേപ്പില വലുതായതുകൊണ്ട് ഞാനൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ സവോള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു അല്പം മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് വെന്ത് കിട്ടാനുള്ള വെള്ളം അത്രമാത്രം മതി. ഇനി ഇത് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ മുരിങ്ങക്ക വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര വേണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരല്പം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് 1/2 കപ്പ് തേങ്ങ മുഴുവനായിട്ട് വേണ്ടി വന്നില്ല അതിലേക്ക്. അപ്പം നിങ്ങൾക്ക് എത്ര മുരിങ്ങക്കായ കിട്ടുന്നോ അതിനനുസരിച്ചിരിക്കും അതിനകത്തേക്ക് ചേർക്കുന്ന തേങ്ങയുടെ അളവൊക്കെ. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. 1 മിനിറ്റ് ഒന്ന് മൂടി വച്ചേക്കാം. ഇനി ഇതിൽ എക്സ്ട്രാ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണിത് ചെയ്യാൻ. മുരിങ്ങക്ക അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണം എന്നുള്ള താമസം മാത്രമേ ഉള്ളൂ. അപ്പം മുരിങ്ങക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിന് പരിപ്പ് കറിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.